ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കത്തിപ്പടരണമേ, പരിശുദ്ധാത്മാവേ കത്തിപ്പടരണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ 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 നിറയണമേ. ജ്വലിക്കട്ടെ 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 ജ്വലിക്കട്ടെ. ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ. കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ. പാപമെല്ലാം കത്തിച്ചു കളയണമേ, കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ. ദോഷങ്ങളെ ദഹിപ്പിക്കണമേ, സ്നേഹം ചൊരിയണമേ, ദൈവസ്നേഹം ചൊരിയണമേ, ദൈവസ്നേഹം ചൊരിയണമേ പരിശുദ്ധാത്മാവേ. സ്നേഹത്താൽ നിറയ്ക്കണമേ, ദൈവസ്നേഹം ചൊരിയണമേ, ദൈവസ്നേഹം ചൊരിയണമേ, ദൈവസ്നേഹം ചൊരിയണമേ പരിശുദ്ധാത്മാവേ. നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ ഹല്ലേലൂയ നിറയണമേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജ്വലിപ്പിക്കണമേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അഗ്നിമഴയായി പെയ്തിറങ്ങണമേ, പെയ്തിറങ്ങണമേ, പെയ്തിറങ്ങണമേ. പാപമെല്ലാം ദഹിപ്പിക്കണമേ, തടക്കദോഷത്തിന്റെ മുൾപ്പടർപ്പുകളെ ദഹിപ്പിച്ചു കളയണമേ. പാപവാസനകൾ, പാപ സാഹചര്യങ്ങൾ, പാപം ചെയ്യാനുള്ള ആഗ്രഹം, പാപത്തിലേക്ക് നയിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ എല്ലാറ്റിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ മുഴുവനും ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ശരീരത്തെ ശക്തിപ്പെടുത്തണമേ, മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. ബുദ്ധിയും ചിന്തകളും വികാര വിചാരങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ 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 നിറയണമേ നിറയണമേ നിറയണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. സ്വർഗത്തിന്റെ അഗ്നി ഞങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ, ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. പരിശുദ്ധ റൂഹ ഞങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. ശാരീരിക രോഗങ്ങൾ, മാനസിക ദുഃഖങ്ങൾ, ആത്മാവിന്റെ പാപക്കറകളെല്ലാം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് ഏറ്റെടുക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 ശക്തിയായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അധരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ഉച്ചസ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയങ്ങൾ ചൊലിക്കട്ടെ 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 ചൊലിക്കട്ടെ. പൗലോസും സീലാസും സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി, കാരാഗ്രഹ വാതിലുകൾ തുറക്കപ്പെട്ടു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഈ വചനത്തിന്റെ ശക്തി നിറയട്ടെ 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 നിറയട്ടെ. ഞങ്ങളെ കെട്ടിക്കെട്ടിരിക്കുന്ന പാപത്തിനെയും ശാപത്തിനെയും ബന്ധന കണ്ണികളെല്ലാം പൊട്ടിത്തെറിക്കട്ടെ, എല്ലാം പൊട്ടിത്തകരട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ നിറയണമേ. റൂഹായ 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 നിറയണമേ നിറയണമേ നിറയണമേ. വചനശക്തിയാൽ വിശുദ്ധീകരിക്കണമേ. യേശുനാമത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, തിരുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, തിരുഹൃദയത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, തിരുമുറിവുകളുടെ ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധ കുർബാനയുടെ ശക്തി വ്യാപരിക്കട്ടെ, വിശുദ്ധ കൂദാശകളുടെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവാത്മാവേ ദൈവാത്മാവേ നിറയണമേ നിറയണമേ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റൂഹായ 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 റൂഹായ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ 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 ആത്മാവേ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ സ്നേഹമുള്ളവരെയും, മനുഷ്യൻ്റെ അന്ത്യങ്ങൾ 4 കാര്യങ്ങളായിട്ടാണ് തിരുസഭാ മാതാവ് നമ്മളെ പഠിപ്പിക്കുക. മരണം, വിധി, സ്വർഗം, നരകം. ഈ 4 കാര്യങ്ങൾ മനുഷ്യൻ്റെ അന്ത്യങ്ങൾ. മരണം, വിധി, സ്വർഗം, നരകം. ഈ 4 കാര്യങ്ങളെ മനുഷ്യൻ്റെ അന്ത്യങ്ങളായിട്ട് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിൽ വിധി, അത് 2 എണ്ണമുണ്ട്. ആദ്യത്തേതിനെ നമ്മൾ തനത് വിധി എന്ന് പറയുന്നു. രണ്ടാമത്തേത് പൊതുവിധി. എന്താണ് തനത് വിധി? എന്താണ് പൊതുവിധി? തനത് വിധി എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കുമ്പോൾ മരിക്കുന്ന നിമിഷം തന്നെ വ്യക്തിയുടെ ആത്മാവ് കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. ആത്മാവിലുള്ള എല്ലാ കുറവുകളും പോരായ്മകളും വ്യക്തിക്ക് ആ നിമിഷം തന്നെ
പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവുകയാണ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ ആത്മപരിശോധന ചെയ്ത് ഒരു നല്ല കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ എത്രയൊക്കെ ആത്മപരിശോധന ചെയ്യാൻ ശ്രമിച്ചാലും ആത്മാവിൻ്റെ പൂർണ്ണമായ അവസ്ഥ മാനുഷികമായ പരിമിതിയിൽ നമുക്ക് വ്യക്തമാകണമെന്നില്ല. എന്നാൽ മരിച്ചു കഴിയുമ്പോൾ ഈശോ എങ്ങനെയാണ് ഒരു ആത്മാവിനെ കാണുന്നത് അതുപോലെ വ്യക്തമായി നമുക്ക് സ്വന്തം ആത്മാവിനെ കാണാനും മനസ്സിലാക്കാനും പറ്റും. അന്നേരം തന്നെ നമുക്ക് അർഹതയുള്ളതെന്തോ അന്നേരം തന്നെ നമുക്ക് സ്വീകരിക്കാം. സ്വർഗമാണെങ്കിൽ അന്നേരം നേരെ സ്വർഗത്തിലേക്ക് പോകാം. ഇനി അവകാശപ്പെട്ടത് നരകമാണെങ്കിൽ നേരെ നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. നേരെ മറിച്ച് സ്വർഗത്തിന് അവകാശമുണ്ട്, പക്ഷേ പൂർണ്ണമായൊരു വിശുദ്ധീകരണം സംഭവിച്ചിട്ടില്ല, ഇനിയും കുറച്ച് കടങ്ങൾ ബാക്കി നിൽക്കുന്നുവെങ്കിൽ അത്തരം ആത്മാവാണെങ്കിൽ ആ ആത്മാവിനെ കർത്താവ് ശുദ്ധീകരണ അവസ്ഥയിലേക്ക് യാത്രയാക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് തനത് വിധിയിലാണ്. ശുദ്ധീകരണം പൂർത്തിയായി കഴിയുമ്പോഴാണ് ആത്മാവിന് സ്വർഗത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ പിന്നെ പൊതുവിധി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പൊതുവിധി എന്ന് പറഞ്ഞാൽ തനത് വിധിയിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ പൊതുവിധിയിലില്ല. തനത് വിധിയിലെ വിധിവാചകം തന്നെയാണ് പൊതുവിധിയിലുള്ളത്. തനത് വിധിയിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം പൊതുവിധിയിൽ സംഭവിക്കുന്നില്ല. പിന്നെ എന്താണ് തനത് വിധിയും പൊതുവിധിയും തമ്മിലുള്ള വ്യത്യാസം? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. തനത് വിധി പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് വ്യക്തിയും ഈശോയും മാത്രമേ ഉള്ളൂ, തനിച്ചാണ്. എന്തുകൊണ്ടാണ് എനിക്ക് സ്വർഗം ലഭിച്ചത്? എന്തുകൊണ്ടാണ് ഞാൻ നരകത്തിൽ പോയത്? എന്തുകൊണ്ടാണ് ശുദ്ധീകരണാവസ്ഥയിലേക്ക് പ്രവേശിച്ചത്? ഈ കാര്യം ഈശോയ്ക്കും അറിയാം, ഈ വ്യക്തിക്കും അറിയാം. വേറെ ആർക്കും അത് അറിഞ്ഞുകൂടാ, അതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞുകൂടാ. എന്നാൽ പൊതുവിധി പേര് സൂചിപ്പിക്കും പോലെ പൊതുവിധിയാണ്. അതെപ്പോഴാണ് സംഭവിക്കുക? ലോകാവസാന നാളിൽ, കർത്താവിൻ്റെ രണ്ടാം വരവിൽ, യുഗാന്ത്യത്തിൽ സംഭവിക്കുന്നതാണ് പൊതുവിധി. പേര് സൂചിപ്പിക്കും പോലെ പൊതുവാണ് ഈ വിധി, അന്ത്യവിധി അല്ലെങ്കിൽ പൊതുവിധി. സമസ്ത ജനപദങ്ങളും ഒരുമിച്ച് വിളിച്ചു കൂട്ടപ്പെടും. എല്ലാവരുടെയും മുൻപിൽ വെച്ച് എല്ലാ കാര്യങ്ങളും പരസ്യമാകുന്ന സമയമാണ് പൊതുവിധി. കാതുകളിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കപ്പെടുന്ന സമയമാണ് പൊതുവിധി. ഒരാളുടെ ജീവിതത്തിലെ ആത്മാവിലുള്ള സകല കാര്യങ്ങളും, ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങളും അതിൻ്റെ അങ്ങേയറ്റത്തെ പരിണിത ഫലങ്ങളോടെ പൊതുവിധിയിൽ വെളിവാക്കപ്പെടുമെന്നാണ് തിരുസഭയുടെ പ്രബോധനം, മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുക. അങ്ങേയറ്റത്തെ പരിണിത ഫലങ്ങളോടെ കുറവുകളും പോരായ്മകളും നന്മകളും ജീവിതത്തിൻ്റേതായ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലൊക്കെ സംഭവിച്ചതായ സകല കാര്യങ്ങളും അങ്ങേയറ്റത്തെ പരിണിത ഫലങ്ങളോടെ പൊതുവിധിയിൽ വെളിവാക്കപ്പെടും. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ആകുലത വന്നേക്കാം, നമ്മുടെ പാപങ്ങളൊക്കെ പരസ്യമാകുമോ? പ്രിയപ്പെട്ടവർ, അതിനുള്ള ഉത്തരം ഇതാണ്. ഭൂമിയിലായിരിക്കുന്ന സമയത്ത് അനുദപിച്ച് കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പൊറുതി ലഭിച്ചതൊന്നും നിത്യതയിൽ പൊതുവിധിയിൽ വെളിപ്പെടുകയില്ല. അല്ലാത്തത് വെളിപ്പെടുമെന്നുള്ളതാണ് സഭയുടെ പഠനങ്ങളുടെ ഭാഗമായി, പ്രബോധനത്തിൻ്റെ ഭാഗമായി നമ്മൾ എത്തിച്ചേരുന്ന ഒരു നിഗമനം. ഇനി നമ്മൾ വീണ്ടും ഈ തനത് വിധിയിലേക്ക് എന്നൊന്ന് തിരിച്ചു വരാം. തനത് വിധിയിൽ സ്വർഗവും നരകവും അല്ലെങ്കിൽ സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്, പക്ഷേ പൂർണ്ണമായി വിശുദ്ധീകരണം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ശുദ്ധീകരണാവസ്ഥയിലേക്ക് പോകുന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചു. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ പറയുകയുണ്ടായി, പരാമർശിക്കുകയുണ്ടായി. ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് പാപവും കടവും ഇല്ലാതെയാണ് മരിക്കണമെങ്കിൽ മരിക്കുമ്പോൾ തന്നെ വ്യക്തിക്ക് നേരെ സ്വർഗത്തിൽ പോകാം. ഇനി മരിക്കുന്നത് പാപത്തിലാണെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. പാപമോചനം കിട്ടിയിട്ടുണ്ട്, പക്ഷേ കടങ്ങൾ മുഴുവനായും മോചിക്കപ്പെട്ടിട്ടില്ല, കടങ്ങളുടെ പൊറുതി മുഴുവനായി നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ വ്യക്തി ശുദ്ധീകരണാവസ്ഥയിലേക്ക് പോകേണ്ടി വരും. ഈ ശുദ്ധീകരണം പൂർത്തിയാകുമ്പോൾ വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കടങ്ങളെല്ലാം പൂർണ്ണമായി പൊറുക്കപ്പെടാൻ എന്തെങ്കിലും വഴികളുണ്ടോ, മാർഗങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഒരു വ്യക്തി മരിക്കുന്ന നിമിഷം തന്നെ ശുദ്ധീകരണമൊന്നും കൂടാതെ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സ്വർഗത്തിലേക്ക് മരിച്ച നിമിഷം തന്നെ പോകാൻ പറ്റുമെന്ന് ഉറപ്പുള്ളൊരു മാർഗമുണ്ട്. അത് രക്തസാക്ഷിത്വമാണ്. രക്തസാക്ഷിത്വം രണ്ടാം മാമോദീസ അല്ലെങ്കിൽ സെക്കൻഡ് ബാപ്റ്റിസം എന്നൊക്കെയാണ് അറിയപ്പെടുക. മാമോദീസയുടെ പ്രത്യേകത നമുക്കറിയാലോ. എല്ലാ പാപങ്ങളും, ഉത്ഭവപാപവും കർമ്മപാപങ്ങളും ഉണ്ടെങ്കിൽ കർമ്മപാപങ്ങളും പാപത്തിൻ്റെ പരിണിതഫലമായി വരുന്ന കാര്യങ്ങളും എല്ലാം പരിഹരിക്കപ്പെടുന്ന കൂദാശയാണ് മാമോദീസ. പക്ഷെ മാമോദീസ നമുക്ക് ജീവിതത്തിൽ ഒറ്റ തവണയെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾക്ക് നമുക്ക് പൊറുതി നേടിയെടുക്കാൻ നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെയാണ് ആ പാപമോചനം നമ്മൾ നേടിയെടുക്കുക. അപ്പോൾ രക്തസാക്ഷിത്വം അറിയപ്പെടുന്നത് രണ്ടാം മാമോദീസ എന്നാണ്.
മാമോദീസായുടെ അതേ ഫലങ്ങൾ തന്നെ, അതായത് സകല പാപങ്ങളിൽ നിന്നുള്ള മോചനം മാമോദീസായുടെ വ്യക്തിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അഥവാ പാപത്തിൻ്റെ പരിണിതഫലമായ കടങ്ങളിൽ നിന്നുള്ള മോചനവും നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ രക്തസാക്ഷിത്വം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? യേശുവിനെ പ്രതി, യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി രക്തം ചിന്തി മരിക്കുക, പാടുപീടകളേറ്റ് സഹിച്ചു മരിക്കുക എന്നത് അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ രക്തസാക്ഷിത്വം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. അങ്ങനെ യേശുവിന് വേണ്ടി ഒരു രക്തസാക്ഷി ആവുകയാണെങ്കിൽ മരിക്കുമ്പോൾ തന്നെ എല്ലാ കടങ്ങളും പാപങ്ങളും എല്ലാം മോചിക്കപ്പെട്ട ആ വ്യക്തി സ്വർഗത്തിലേക്ക് നേരെ പ്രവേശിക്കുകയാണ്. പക്ഷേ ഓർക്കുക, രക്തസാക്ഷിത്വം അത് നമുക്ക് ചോദിച്ച് മേടിക്കാൻ പറ്റുന്നതോ നമ്മൾ പരിശ്രമിച്ച് നേടിയെടുക്കുന്നതോ ആയ ഒരു കാര്യമല്ല. അതും ഒരു ദൈവവിളിയാണ്. ദൈവം അത് ആർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവോ അങ്ങനെയുള്ളവർക്ക് അത് ലഭിക്കും. നമുക്ക് അങ്ങനെ ഒരു വിളിയുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാമെന്നേ ഉള്ളൂ. അല്ലെ, നമുക്കായിട്ട് പരിശ്രമിച്ച് നേടാൻ പറ്റുന്ന ഒന്നല്ല രക്തസാക്ഷിത്വം. അപ്പോൾ പിന്നെ അടുത്ത വഴികൾ എന്താണെന്ന് നോക്കാം. ഭൂമിയിൽ വെച്ച് തന്നെ എല്ലാ കടങ്ങളും പരിഹരിക്കപ്പെടാൻ പാപങ്ങളുടെ മോചനം കുമ്പസാരത്തിലൂടെ നമ്മൾ നേടിയെടുക്കണം. മറിച്ച് കടങ്ങളുടെ പൊറുതി, കടങ്ങളുടെ മോചനം, കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനം അത് ഭൂമിയിൽ വെച്ച് തന്നെ നേടിയെടുക്കാൻ എന്താണ് നമുക്കുള്ള മാർഗ്ഗങ്ങൾ? ഇനി ആ മാർഗ്ഗങ്ങളാണ് ഇനി നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ മാർഗം, പാപത്തിന് തത്തുല്യമായ പരിഹാരങ്ങളുണ്ടെങ്കിൽ ചെയ്യുക. പാപത്തിന് തത്തുല്യമായ പരിഹാരങ്ങളുണ്ടെങ്കിൽ ചെയ്യുക. ഈ തത്തുല്യമായ പരിഹാരം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. കാരണം ഒരിക്കലും നമുക്ക് പാപത്തിന് തുല്യമായൊരു പരിഹാരം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഈശോ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതും, അല്ലെങ്കിൽ ദൈവപുത്രൻ മനുഷ്യപുത്രനായതും മനുഷ്യനായതും പാടുപീടകളേറ്റ് കുരിശിൽ മരിച്ചതും. അപ്പോൾ പാപത്തിൻ്റെ പരിഹാരം ഈശോ ചെയ്തതാണ്. ആ പരിഹാര ബലിയുടെ യോഗ്യത ഇനി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പാപത്തിന് നമുക്ക് തന്നെ പരിഹാരം ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഒരിക്കലും തെറ്റിദ്ധരിച്ചേക്കരുത്. എങ്കിൽ പിന്നെ ഈ പരിഹാരമെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ നടത്തേണ്ട പരിഹാരം എന്നൊക്കെ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പാപത്തിൻ്റെ ഫലമായി അവശേഷിച്ച ക്രമരാഹിത്യങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അഥവാ പാപത്തിൻ്റെ പരിണിത ഫലമായി വന്ന കടങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ പരിഹാരം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പാപത്തിന് തുല്യമായ തത്തുല്യമായ പരിഹാരം എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ, നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ അതേ കാര്യമാണ്. ഇപ്പം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച പണം കുമ്പസാരത്തിലൂടെ പാപമോചനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ള ഉത്തരവാദിത്തമാണ് മോഷ്ടിച്ച പണം തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. തിരിച്ചു കൊടുക്കാത്തിടത്തോളം അതെനിക്ക് കടമാണ്. അപ്പോൾ പാപത്തിന് തുല്യമായി പരിഹാരം ചെയ്യുക എന്ന് പറയുമ്പോൾ മോഷ്ടിച്ചത് തിരിച്ചു കൊടുക്കണം. മോഷ്ടിച്ച പണം അങ്ങനെ ഒരു പാപം എന്നിലുണ്ടെങ്കിൽ മോഷ്ടിച്ചത് എന്തോ അത് ഞാൻ തിരിച്ചു കൊടുക്കണം. പക്ഷെ മുഴുവൻ തിരിച്ചു കൊടുത്താൽ പോലും കടങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമെന്നില്ല. ഈ തത്തുല്യമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തുല്യമായ പരിഹാരം സാധ്യമല്ല എന്ന കാര്യം കൂടെ തിരിച്ചറിയുക. കാരണം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച പണം അങ്ങനെ തന്നെ തിരിച്ചു കൊടുത്താൽ പോലും അയാൾ അതിനു മുമ്പ് കടന്നുപോയ ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ട്, ഒരുപാട് മാനസിക വ്യഥകളുണ്ട്. അല്ലെങ്കിൽ എന്തിനു വേണ്ടി പണം കരുതി വെച്ചോ ആ കാര്യത്തിന് വേണ്ടി പണം ഉപയോഗിക്കാൻ പറ്റാത്തത് മൂലം വന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം ഇനി അങ്ങനെ പരിഹരിക്കും? ഇതെനിക്ക് പരിഹരിക്കാൻ സാധ്യമല്ലല്ലോ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യം എന്താ? ആളോട് വേണമെങ്കിൽ ക്ഷമ ചോദിക്കാം, എടുത്ത പണം വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യം അത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലാം ചെയ്താലും കടം പൂർണ്ണമാകുന്നില്ല, കടങ്ങളുടെ പരിഹാരം പൂർണ്ണമാകുന്നില്ല. എന്നിരുന്നാൽ തന്നെയും പ്രിയപ്പെട്ടവരെ, ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം. ചെയ്യാൻ പറ്റുന്നിടത്തോളം പരിഹാരം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പറ്റാത്തത് ദൈവകരുണയ്ക്ക് സമർപ്പിക്കുക. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ദൈവകരുണയ്ക്ക് സമർപ്പിക്കുക. ഇത് കേൾക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തേക്കണം, ചില പാപങ്ങൾക്കൊക്കെ പരിഹാരം പറയും പോലെ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പരിഹാരം എന്നുള്ള വാക്ക് കേൾക്കാൻ നല്ല രസമുള്ള വാക്കാണ്, പക്ഷേ അതൊരിക്കലും പ്രായോഗിക ജീവിതത്തിൽ പലതും ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൊലപാതകം പോലെയുള്ള പാപമാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അബോർഷൻ ചെയ്തു, ഉദരത്തിൽ വെച്ച് ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തു. ഈ ജീവൻ ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ആ കുഞ്ഞിനോട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് നീതി കാണിക്കാൻ പറ്റുമോ? സാധിക്കില്ല. കാരണം ആ ജീവൻ എടുത്തു കഴിഞ്ഞു, ആ കുഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുക? ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. സാധാരണ കുമ്പസാരത്തിൽ ഇങ്ങനെയുള്ള പാപങ്ങൾ കേൾക്കുമ്പോൾ വൈദികർ നിർദ്ദേശിക്കാറുള്ള പരിഹാരം കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ്. അനാഥമന്ദിരങ്ങൾ സന്ദർശിക്കുകയോ അനാഥ കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയോ, നമുക്ക് സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലെങ്കിൽ തന്നെ അവർക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നത് തുടരേണ്ട പരിഹാരമാണ്. ഒറ്റ കാര്യം എന്തെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല ഇതൊന്നും. ചിലതൊക്കെ നമുക്ക് ജീവിതകാലം മുഴുവൻ തുടരേണ്ട ചില പരിഹാര മേഖലകളുണ്ട്. കാരണം എന്തെല്ലാം ചെയ്താലും ആ കുഞ്ഞിന് ശരിക്കും പറഞ്ഞാൽ ഒരു നീതി കൊടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മളാൽ വധിക്കപ്പെട്ട അങ്ങനെ ഒരു കൊലപാതകം പോലെയുള്ള പാപമാണെങ്കിൽ തിരിച്ചെന്താ ചെയ്യാൻ പറ്റുക? തിരിച്ചത് കൊടുക്കാൻ സാധ്യമല്ല, കാരണം ആൾ ജീവിച്ചിരിക്കുന്ന പോലുമില്ല. അപ്പോൾ പറയും പോലെ എളുപ്പമുള്ള കാര്യമല്ല പരിഹാരം. എന്നിരുന്നാലും ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരാളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു എന്ന് കരുതുക, കള്ളം പറഞ്ഞു, പരദൂഷണം പറഞ്ഞു ഒരാൾ, ആ വ്യക്തിക്ക് പിന്നെ അവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി.
ഒരുപക്ഷെ എൻ്റെ അയൽപക്കത്തുള്ള ഒരാളാകാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ. ആളെക്കുറിച്ച് ഞാൻ 10 പേരുടെ അടുത്ത് പോയി ഇല്ലാത്ത കുറേ നെഗറ്റീവ് കമൻറ്റ് ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ പിന്നീട് അതിനെപ്പറ്റി അനുദപിച്ചു, കുമ്പസാരിച്ചു, പാപ ഏറ്റു പറഞ്ഞു, ഈശോ പാപമൊക്കെ ക്ഷമിച്ചു. ഇനി കടം മോചിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ഞാൻ തിരുത്തി പറയണം. ഞാൻ പറഞ്ഞ ആരോടൊക്കെ ഈ കുറ്റം പറഞ്ഞോ അവരുടെയൊക്കെ അടുത്ത് പോയി സത്യാവസ്ഥ ബോധിപ്പിക്കണം, സത്യം വെളിപ്പെടുത്തണം. അതങ്ങനെയല്ല, ആ ആൾ നിരപരാധിയാണെന്നുള്ള കാര്യം ഞാൻ ബോധിപ്പിക്കാൻ എനിക്ക് കടമയുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ അതെനിക്ക് കടമാണ്. പക്ഷെ ഇതെല്ലാം ചെയ്താൽ പോലും ഈ 10 പേരുടെ അടുത്തും പോയി തിരുത്തി പറഞ്ഞാൽ പോലും കടം പരിഹരിക്കപ്പെടുമോ? ഇല്ല. നമുക്കറിയാം ഈ 10 പേരത് ആരോടൊക്കെ പറഞ്ഞു കാണും, എത്രയോ അധികം ആളുകളിലേക്ക് അത് എത്തിക്കാണും, നമുക്കറിഞ്ഞുകൂടാ. ഇതെല്ലാം പരിഹരിക്കാൻ എനിക്ക് സാധിക്കുമോ? ഇതെന്തിനാ ഞാൻ ചെയ്യണേ? അത് അവരാണെങ്കിൽ അവർ പറഞ്ഞത് അവർ തന്നെയല്ലേ തിരുത്തേണ്ടത്. ശരിയാണ്, അവർ പറഞ്ഞത് അവർക്ക് തിരുത്താൻ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഓർക്കുക, എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടൊരു നുണ ആരിലേക്കൊക്കെ എത്തിയോ അതിൻ്റെ എല്ലാം കടം എൻ്റെ തലയ്ക്ക് മേലെയുണ്ട്. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടൊരു കള്ളം, ഒരു നുണ, അത് ആരിലേക്കൊക്കെ എത്തിയോ അതിൻ്റെ എല്ലാം കടം എൻ്റെ തലയ്ക്ക് മേലെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പാപത്തിൻ്റെ കടം ചില്ലറയൊന്നും ആയിരിക്കില്ല നമ്മുടെ എല്ലാം തലയ്ക്ക് മുകളിൽ ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, പറയും പോലെ എളുപ്പമുള്ളതല്ല കടങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. എന്നിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം കടം വീട്ടാൻ, പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പറ്റുമായിരുന്നിട്ടും നമ്മളത് ചെയ്തില്ലെങ്കിൽ അത് ഉത്തിരിപ്പ് കടമായിട്ട് മാറും. കടം വീട്ടാൻ പറ്റുമായിരുന്നു, ഒരു നിശ്ചിത അളവിലെങ്കിലും എനിക്കത് പരിഹരിക്കാൻ പറ്റുമായിരുന്നു, അതുപോലും ഞാൻ ചെയ്തില്ലെങ്കിൽ അത് ഉത്തിരിപ്പ് കടമായിട്ട് മാറും. പിന്നെ അത് വീടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ഞാനത് പറയാൻ കാരണം, ചിലരെങ്കിലും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, കരുതാറുണ്ട്, പാപം അതിപ്പോൾ എത്ര പ്രാവശ്യം ചെയ്താലും എത്ര ഗൗരവമുള്ളത് ചെയ്താലും പോയി കുമ്പസാരിച്ചാൽ മതിയല്ലോ, പാപമോചനം കിട്ടുമല്ലോ. ശരിയാണ്, അനുദപിച്ച് പാപം ഏറ്റു പറഞ്ഞാൽ പാപമോചനം കിട്ടുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ പാപമോചനേ കിട്ടിയിട്ടുള്ളൂ, കടങ്ങളുടെ മോചനം കിട്ടിയിട്ടില്ല. കടങ്ങളുടെ പൊറുതി അത് നമ്മുടെ ജീവിതം കൊണ്ട് നടത്തേണ്ട പരിഹാരമാണ്. അപ്പോൾ പാപത്തിൻ്റെ എണ്ണം അനുസരിച്ച്, പാപത്തിൻ്റെ തീവ്രതയനുസരിച്ച്, പാപത്തിൻ്റെ വലുപ്പം അനുസരിച്ച്, ഗൗരവം അനുസരിച്ച് ഓർക്കുക, കുമ്പസാരിക്കുമ്പോൾ അനുദപിച്ച് ഏറ്റു പറഞ്ഞാൽ പാപമോചനം കിട്ടും. സത്യമാണ്, പാപമോചനം കിട്ടി. പക്ഷെ കടങ്ങളുടെ പൊറുതി അത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യം, ഒരു പരിഹാര തലമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, കടങ്ങളുടെ പൊറുതി നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാമത്തെ മാർഗം, നമ്മൾ തത്തുല്യമായ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ, പാപത്തിന് തത്തുല്യമായ പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ മാർഗം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വഴി ഒത്തിരി കടങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരിശുദ്ധ കുർബാനയാണ്. ഒരു വിശുദ്ധ കുർബാനയിൽ എത്രമാത്രം കടങ്ങളാണ് പരിഹരിക്കപ്പെടുന്നത്. നമ്മൾ കുർബാനയിൽ, പ്രാർത്ഥനയിൽ ഉടനീളം ആവർത്തിക്കപ്പെടുന്ന 2 വാക്കുകളാണ് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും. കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും. നമ്മൾ പോലും അറിയാതെ ഓരോ പരിശുദ്ധ ബലിയിലും അനേകം കടങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ബലി മുടങ്ങാതിരിക്കാൻ ബോധപൂർവ്വം അതിന് സമയം കണ്ടെത്തുക, പരിശ്രമിക്കുക. അപ്പം അങ്ങനെ നമ്മൾ ചെയ്താൽ ഒത്തിരി കടങ്ങൾ നമ്മൾ പോലും അറിയാതെ, ഒരു ദിവസം അറിയാതെ എന്തെല്ലാം ചെറുതും വലുതുമായ വീഴ്ചകളാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പം അതൊക്കെ അറിയാതെ സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ, അല്ലെങ്കിൽ ലഘുപാപങ്ങളുടെ മേഖലകൾ, ഇതൊക്കെ ഒരു വിശുദ്ധ കുർബാനയിൽ തന്നെ പരിഹരിക്കപ്പെട്ടുള്ളൂ. ഗൗരവമായ പാപമാണെങ്കിൽ കുമ്പസാരിക്കണം, ഏറ്റുപറയണം. എന്നാൽ ലഘുപാപങ്ങളുടെ മേഖല ഒത്തിരി നമുക്ക് സംഭവിക്കാവുന്നൊരു കാര്യമാണ് ലഘുപാപങ്ങൾ. അപ്പോൾ ആ ലഘുപാപങ്ങൾ പരിഹരിക്കപ്പെടാൻ നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്ന പല വീഴ്ചകളും പരിശുദ്ധ കുർബാനയിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഞാനത് പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ലഘുപാപങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് ഈ ലഘുപാപം, അല്ലെങ്കിൽ മാരകപാപവും ലഘുപാപവും തമ്മിൽ എന്താ വ്യത്യാസം? ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തരാണെങ്കിൽ എളുപ്പമാണെന്ന്. അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഉണ്ടാക്കുക അത്ര എളുപ്പമല്ല. കാരണം എന്താണ് ഒരു പാപത്തെ എപ്പോഴാണ് മാരകപാപം എന്ന് വിളിക്കാൻ സാധിക്കുക? 3 വ്യവസ്ഥകളാണ് പറയുക. ഒന്ന്, ഗൗരവമുള്ളൊരു വിഷയത്തിൽ പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ നമുക്ക് വീഴ്ച സംഭവിച്ചാൽ അതാണ് മാരകപാപം. മാരകപാപം എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ളൊരു വിഷയം. ഗൗരവമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ എന്താ എളുപ്പം? 10 പ്രമാണങ്ങൾ, 10 കൽപ്പന, ദൈവകൽപ്പനകളെല്ലാം ഗൗരവമുള്ള വിഷയമാണ്. ഇതിലേത് കൽപ്പന ലംഘിച്ചാലും മാരകപാപമാണ്. അറിവോടും സമ്മതത്തോടും കൂടെയാണെങ്കിൽ അത് മാരകപാപമാണ്. ഇനി ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അതിന് നമുക്ക് ലഘുപാപം എന്ന് വിളിക്കാം. ഇനി ലഘുപാപത്തിന് മതബോധന ഗ്രന്ഥത്തിൽ പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണം കേൾക്കുമ്പോഴാണ് നമ്മൾ അമ്പരന്ന് പോവുക, ഇതൊക്കെ പാപമാണോ? കാരണം നമ്മളൊരിക്കലും അതിനെ പാപമായിട്ട് കണ്ടിട്ടുണ്ടാവണമെന്നില്ല. നമ്മളോട് ചിലപ്പോൾ ആരും അത് പറഞ്ഞു തന്നിട്ട് പോലും ഉണ്ടാകണമെന്നില്ല. കാരണം ഇത് പറയാൻ തന്നെ പേടിയാണ്. ഇതൊക്കെ പാപമെന്ന് പറഞ്ഞാൽ പറയുന്നവരെ കുറിച്ച് എന്ത് വിചാരിക്കും? അതുകൊണ്ട് തന്നെയാണ് ഞാൻ മതബോധന ഗ്രന്ഥം നമ്പർ അടക്കം കോട്ട് ചെയ്ത് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ വഴിയുണ്ട്. മതബോധന ഗ്രന്ഥത്തിൽ CCCയിൽ 1856 നമ്പറിൽ 1856 നമ്പറിൽ
ലഘുപാപത്തിന് 2 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു തരാം. 1 അർത്ഥശൂന്യമായ ചിരി, 2 അർത്ഥശൂന്യമായ സംഭാഷണം അല്ലെങ്കിൽ വ്യർത്ഥ സംഭാഷണം. എന്നൂടെ പറയാം, അർത്ഥശൂന്യമായ ചിരി, വ്യർത്ഥ സംഭാഷണം. ഇത് രണ്ടും പാപമാണെന്ന് ഇന്ന് വരെ നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കാണുമോ? സാധ്യതയില്ല. ചിരി ഒരു പാപമാണ്. ചിരി എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമായ ചിരി, അത് പാപമാണെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കാണുമോ? അല്ലെങ്കിൽ വ്യർത്ഥ സംഭാഷണം, വെറുതെ വർത്തമാനം പറയുന്നത്, അത് പാപമാണെന്ന് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചിന്തിച്ചിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇത് മതബോധന ഗ്രന്ഥം പറയുന്ന ഉദാഹരണമാണ്. എൻ്റെ കാരണം ഫുഡ് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വചനം കൊടുത്തിട്ടുണ്ട്. ആ വചനം ഇതാണ്: മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യർത്ഥ സംഭാഷണം ഒരു പാപമാണെന്ന് പറയണതിൻ്റെ കാരണം വെറുതെ സഭ ചുമ്മാ പറയണതല്ല, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണത് പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത്രയും ചെറിയ കാര്യം പോലും ഒരു ലഘുഭാവമാണെങ്കിൽ പോലും, ലഘുഭാവത്തിൻ്റെ തലത്തിലാണ് വരണമെങ്കിൽ പോലും, ഇത്രയും നിസ്സാരമായൊരു കാര്യം പോലും പാപമാണെന്നൊക്കെ പറയുമ്പോൾ അനുദിന ജീവിതത്തിൽ നമുക്ക് എന്തുമാത്രം വീഴ്ച സംഭവിക്കാം. ഇത്തരം വീഴ്ചകൾക്കൊക്കെ, ലഘുഭാവങ്ങളൊക്കെ ആണെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സജീവമായി പങ്കെടുക്കുമ്പോൾ ഒരുപാട് കടങ്ങൾ പരിശുദ്ധ കുർബാനയിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഇനി ഒറ്റവാക്കിൽ പറഞ്ഞ പ്രാർത്ഥനാ ജീവിതം, എല്ലാ പ്രാർത്ഥനകളും, പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവുമായുള്ള ബന്ധമാണ്. എന്തുമാത്രം നമ്മൾ കർത്താവിലേക്ക് അടുത്തടുത്ത് വരുന്നു, അത്രയും നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരം നീക്കം ചെയ്യപ്പെടും. വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് ഇരുട്ട് മാറുക. അല്ലെങ്കിൽ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറുന്നു, അല്ലെങ്കിൽ നമ്മൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമ്മിലെ അന്ധകാരം മാറുന്നു. യേശു എന്ന വെളിച്ചത്തിലേക്ക് വരാനുള്ള മാർഗമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഒരു മാർഗമാണ്, ഈശോയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമ്മളെ സഹായിക്കുന്ന മാർഗം. ഈ ബന്ധം വളരണം. ബന്ധം വളരണതിനനുസരിച്ച് നമുക്കുള്ളിലുള്ള ഇരുട്ട്, നമുക്കുള്ളിലുള്ള അന്ധകാരം അത് പതുക്കെ മാറിപ്പോകും, പതുക്കെ അത് നീങ്ങിപ്പോകും. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം വഴി ഒത്തിരി കടങ്ങൾ തനിയെ പരിഹരിക്കപ്പെടുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പറമ്പിൽ കൂടെയൊക്കെ നടക്കുകയാണെങ്കിൽ വലിയൊരു കല്ല് കിടക്കണമെന്ന് വിചാരിക്കുക, വലിയൊരു കല്ല്. ആ കല്ല് വെറുതെ ഒന്ന് പൊക്കി മറച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ചെറിയ ചെറിയ കീടങ്ങൾ, പ്രാണികൾ, പുഴുക്കളൊക്കെ കാണാം. എത്ര നേരം കാണും? ഏതാനും സെക്കൻഡുകളെ കാണുള്ളൂ. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അവയൊക്കെ അപ്രത്യക്ഷമായി ഉണ്ടാവും. എവിടെ പോവും? അവർ ഇരുട്ടിലേക്കാണ് പോകുന്നത്. കാരണം ഈ കല്ല് മറച്ചിട്ടപ്പോൾ പെട്ടെന്ന് വെളിച്ചം വന്നു. ഈ വെളിച്ചം താങ്ങാൻ സാധിക്കുന്നില്ല. അവരതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടുള്ള സ്ഥലത്തേക്ക് അവർ പോവാണ്. ഇതുപോലെ എന്നിലുള്ള കുറവുകൾ, പോരായ്മകൾ യേശു എന്ന വെളിച്ചം എൻ്റെ ഉള്ളിലടിച്ചാൽ, എൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ, ഈ കീടങ്ങളും പ്രാണികളും, ഞാൻ പാപത്തിൻ്റെ അല്ലെങ്കിൽ ഈ പോരായ്മകളുടെ ഒരു പ്രതീകാത്മകമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളിൽ നിന്നും പോകാൻ യേശുവുമായുള്ള ബന്ധം വളർത്തുക. അപ്പോൾ അതാണ് മാർഗം. അപ്പോൾ 2 മാർഗ്ഗങ്ങൾ പറഞ്ഞു. കടങ്ങളുടെ പൊറുതിക്ക് ഒന്നാമത്തെ മാർഗം പാപത്തിന് തത്തുല്യമായ പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യുക. 2ാമത്തെ മാർഗം പ്രാർത്ഥനാ ജീവിതം വഴി ഒത്തിരി കടങ്ങൾ പരിഹരിക്കപ്പെടുന്നു. മൂന്നാമത്തെ മാർഗം സഹനം വഴി കടങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. സഹനം വഴി നമ്മിലെ കടങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. കാരണം ശുദ്ധീകരണം എന്ന് പറയുന്നത്, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഇതൊരു സഹനാനുഭവമാണല്ലോ. അപ്പോൾ ഭൂമിയിൽ വെച്ച് നമ്മൾ സഹിക്കുകയാണെങ്കിൽ അത്രയും കുറച്ച് നമ്മൾ ശുദ്ധീകരണാവസ്ഥയിൽ സഹിച്ചാൽ മതിയാകും. പക്ഷെ ഒരു കാര്യം ഓർക്കും, ഈ സഹനം അതിൽ തന്നെ പുണ്യം ആണോ? സഹനം അതിൽ തന്നെ പുണ്യമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം അല്ല എന്നാണ്. സഹനം അതിൽ തന്നെ പുണ്യമല്ല. സഹനം എപ്പോഴാണ് പുണ്യമാകുന്നത്? അത് സ്വീകരിക്കുന്ന വിധമാണ് അതിനെ പുണ്യമാക്കുന്നത്. നമ്മൾ നിയോഗശുദ്ധിയോടെ, സ്നേഹത്തോടെ, ക്ഷമയോടെ നമ്മൾ സഹനത്തെ സ്വീകരിച്ചാൽ അത് പുണ്യമാണ്. നേരെ മറിച്ച് പരാതിയും പരിഭവവും പിറുപിറുപ്പുമായിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അത് പുണ്യമാകില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വിശുദ്ധ അൽഫോൻസാമ സഹനപുത്രി എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. അതിൻ്റെ അർത്ഥം അൽഫോൻസാമ സഹിച്ച പോലെ ആരും തന്നെ ഈ നാട്ടിൽ സഹിച്ചിട്ടില്ല എന്നാണോ? ഒരുപക്ഷെ അതിൽ കൂടുതൽ സഹിച്ച പലരും ഉണ്ടാകാം, അതിൽ കൂടുതൽ വേദനിച്ച പലരും ഉണ്ടാകാം. പിന്നെ എന്തുകൊണ്ടാണ് മറ്റാരും വിശുദ്ധരാകാതെ അൽഫോൻസാമ വിശുദ്ധയായത്? അതിൻ്റെ കാരണം സഹനത്തെ എടുത്ത വിധമാണ്. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവസ്നേഹത്തെ പ്രതി ഒരുപാട് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ക്ഷമയോടെ സഹനത്തെ സ്വീകരിച്ചപ്പോൾ സഹന രക്ഷാകരമായിട്ട് മാറി. ഇനി വേറൊരു കാര്യം ചിന്തിച്ചാൽ മതി. യേശുവിൻ്റെ കുരിശിൻ്റെ ഇടതും വലതും 2 കള്ളന്മാരെ കുരിശിൽ തറച്ചിരുന്നു. അതിൽ ഒരു കള്ളൻ, ഇടതുവശത്തെ കള്ളൻ എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. വലത് ഇടതൊന്നും ബൈബിളിൽ കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഇടതുവശത്തെ കള്ളൻ തന്നെ അദ്ദേഹം ഈ സഹനം അതിൽ തന്നെ പുണ്യമാണെങ്കിൽ അദ്ദേഹവും രക്ഷപ്പെടേണ്ടതാണ്. കാരണം വലതുവശത്തെ കള്ളൻ എന്തോരം സഹിക്കുന്നോ അത്രയും തന്നെ ഇടതുവശത്ത് തറയ്ക്കപ്പെട്ട കള്ളന് സഹിക്കുന്നുണ്ട്. സഹനം അതിൽ തന്നെ പുണ്യമാണെങ്കിൽ 2 പേരും ഒരുപോലെ രക്ഷപ്പെടേണ്ടതാണ്. ഏതായാലും വലതുവശത്തെ കള്ളൻ രക്ഷപ്പെട്ടു എന്ന് ബൈബിളിൽ പറയുന്നു. ഇടതുവശത്തെ കള്ളൻ രക്ഷപ്പെട്ടു ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളാരെയും വിധിക്കുന്നില്ല. എങ്കിലും സൂചനകൾ വെച്ച് നോക്കുമ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല. യേശുവിൻ്റെ കൂടെ കിടന്ന് സഹിക്കാനും മരിക്കാനും ഭാഗ്യം കിട്ടിയൊരു മനുഷ്യനാണ്. എന്നിട്ട് പോലും രക്ഷപ്പെട്ടില്ലെങ്കിൽ
ഓർത്തേക്കണം, സഹനം അതിൽ തന്നെ പുണ്യമല്ല, സഹനം എടുക്കുന്ന വിധമാണ് ഒരാളുടെ അത് പുണ്യമാക്കി അല്ലെങ്കിൽ കൃപയാക്കിയൊക്കെ മാറ്റുക, രക്ഷയാക്കിയൊക്കെ മാറ്റുക. ഇനി അടുത്തൊരു ചോദ്യം, പ്രധാന ചോദ്യം, ഒരു വ്യക്തി ചെയ്ത പാപം, ആ പാപത്തിൻ്റെ പരിണിത ഫലമായി സഹനം ഉണ്ടായെന്ന് വിചാരിക്കുക. ഒരു പാപം ചെയ്തു, അതിൻ്റെ പരിണിത ഫലമായി പാപം ഉണ്ടായെന്ന് കരുതുക. അതിനെ നമ്മൾ ക്ഷമയോടെ, സ്നേഹത്തോടെ, നിയോഗശുദ്ധിയോടെ സ്വീകരിച്ചാൽ അതും ഭൂമിയിൽ തന്നെയുള്ള വിശുദ്ധീകരണത്തിന് കാരണമാകുമോ? കാരണമാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. ഈശോയുടെ കുരിശിൻ്റെ ഇടതും വലതും 2 പേരുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ വലതുവശത്തെ കള്ളൻ, അദ്ദേഹം നിരപരാധിയായിരുന്നോ? അല്ല, അദ്ദേഹം ഒരു കള്ളനായിരുന്നു. അദ്ദേഹം ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ആ വ്യക്തിക്ക് കുരിശിൽ ശിക്ഷയായിട്ട് അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ അദ്ദേഹം ഒരു കള്ളനായിരുന്നെങ്കിലും ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് സ്വീകരിച്ചതെങ്കിലും അദ്ദേഹം അതിനെ ആക്സെപ്റ്റ് ചെയ്തു, അംഗീകരിച്ചു. അദ്ദേഹം ഇടതുവശത്തെ കള്ളനെ ശകാരിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളിൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലേ? നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. അയാളെ സമ്മതിക്കുകയാണ്, നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മൾ എന്ത് ചെയ്തോ അതിനുള്ളതാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ എന്ത് തെറ്റ് പ്രവർത്തിച്ചോ അതിനുള്ള പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. എന്നാൽ ഈശോ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഈശോയോട് അദ്ദേഹം അങ്ങേ ലോകത്ത് ചെല്ലുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അത് ഈശോ അദ്ദേഹത്തോട് പറയുന്നത്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന. നീ ഇന്ന്. ഈ ഒരു വചനഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് സേവ്യർ വാൻതുവാൻ എന്ന പുണ്യാത്മാവ് മഹാജൂബിലി വർഷത്തിൽ റോമൻ ഗുരിയായി അല്ലെങ്കിൽ പരിശുദ്ധ പിതാവായിരുന്ന അന്ന് ജോൺ പോൾ രണ്ടാമൻ്റെ മാർപ്പാപ്പയൊക്കെ ധ്യാനിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം വിളി ലഭിച്ച ഒരാളാണ് ഫ്രാൻസിസ് സേവ്യർ വാൻതുവാൻ എന്ന ബിഷപ്പ്. അദ്ദേഹം ഒരുപാട് നാൾ കമ്മ്യൂണിസ്റ്റ് തടങ്കലിലൊക്കെ കിടക്കേണ്ടി വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ധ്യാനചിന്തകൾ വളരെ പ്രസിദ്ധമാണ്. അതിലൊന്നാണ് കർത്താവിൻ്റെ 5 കുറവുകൾ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു ധ്യാനചിന്ത. അതിൽ ഈ ഒരു സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ഫ്രാൻസിസ് സേവ്യർ വാൻതുവാൻ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈശോയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിലും ഞാൻ ആ കള്ളനോട് പറഞ്ഞേനെ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, പക്ഷേ നീ ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് കുറച്ച് നാൾ, ഒരു 100 or 1000 ദിവസം നീ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്ക്, അത് കഴിഞ്ഞിട്ട് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. പക്ഷേ ഈശോ അങ്ങനെയല്ല പറഞ്ഞത്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന്. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ സഹനങ്ങൾ അദ്ദേഹത്തിന് രക്ഷാകരമായിട്ട് തീർന്നു, അദ്ദേഹത്തെ രക്ഷിക്കുകയാണ്. യേശു അദ്ദേഹത്തിൻ്റെ കുരിശിൽ വെച്ച് അനുഭവിച്ച സഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമാകാണ്. അപ്പം സഹനം നമ്മളെ രക്ഷാകരമാക്കി മാറ്റും. ഇതാണ് അടുത്ത മാർഗം. ഇനി 4ാമത്തെ മാർഗം എന്ന് പറയുന്നത് കാരുണ്യപ്രവൃത്തികളും ദാനധർമ്മങ്ങളുമാണ്. എന്തുമാത്രം കാരുണ്യപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു, എന്തുമാത്രം ദാനധർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നു, അത്രമാത്രം നമുക്ക് കടങ്ങളുടെ പൂർത്തി നേടിയെടുക്കാൻ, ഭൂമിയിൽ വെച്ച് തന്നെ നേടിയെടുക്കാൻ സാധ്യമാണ്. 5ാമത്തെ മാർഗം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള മാർഗം, കടങ്ങളുടെ പൂർത്തിക്ക് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം തിരുസഭ പ്രഖ്യാപിച്ചിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കുക. തിരുസഭ പ്രഖ്യാപിച്ചിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കുക. എന്താണ് ഈ ദണ്ഡവിമോചനം? അതിനെപ്പറ്റി മതബോധന ഗ്രന്ഥം 1471 നമ്പറിൽ ഇങ്ങനെയാണ് പറയുന്നത്, അപരാധ വിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുൻപാകെയുള്ള ഇളവ് നേടലാണ് ദണ്ഡവിമോചനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പസാരത്തിലൂടെ മോചനം ലഭിച്ചു കഴിഞ്ഞവ, പാപമോചനം കിട്ടി, ഇനി അവയുടെ കാലിക ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടണം. ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് പാപത്തിന് 2 തരം ശിക്ഷകളാണ് ഉള്ളത്. ഒരു മാരകപാപം ചെയ്തു കഴിയുമ്പോൾ നിത്യശിക്ഷയ്ക്കും കാലിക ശിക്ഷയ്ക്കും നമ്മൾ അർഹരാകുന്നു. നിത്യശിക്ഷ, കാലിക ശിക്ഷ. ഇതിൽ വിശുദ്ധ കുമ്പസാരത്തിലൂടെ മോചനം കിട്ടുന്നത് നിത്യശിക്ഷയിൽ നിന്നാണ്, അതായത് നരകശിക്ഷയിൽ നിന്നാണ്. പക്ഷേ കാലിക ശിക്ഷകൾ അവശേഷിക്കുന്നു. കാലിക ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടാൻ നമുക്കുള്ള എളുപ്പമാർഗ്ഗമാണ് ദണ്ഡവിമോചനം. അതാണ് ഈ ആദ്യ വാചകം പറയുന്നത്. പിന്നെ പറയുന്നു, നിർദ്ദിഷ്ടമായ ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തക്ക മനോഭാവമുള്ള ക്രിസ്തീയ വിശ്വാസിയെ നേടിയെടുക്കുന്നു. തക്ക മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ ഒരു മനസ്സ്, അല്ലെങ്കിൽ ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും നിറഞ്ഞൊരു ഹൃദയം. ഈ മനോഭാവത്തോടു കൂടെ അത് നേടിയെടുക്കുക സാധ്യമാണ്. ഇനി വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷകൾ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും പരിഹാര കർമ്മങ്ങളെ അധികാരത്തോടെ വിതരണം ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന തിരുസഭയുടെ പ്രവൃത്തി വഴിയാണ് ദണ്ഡവിമോചനം ഒരു വിശ്വാസി പ്രാപിക്കുന്നത്. അതോടെ എന്താ മനസ്സിലാക്കേണ്ടത്? തിരുസഭ എന്ന അമ്മയാണ് നമുക്ക് ദണ്ഡവിമോചനം നൽകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും യോഗ്യത, സകല വിശുദ്ധരുടെയും വിശുദ്ധിയുടെ യോഗ്യത, ഇതിൻ്റെ വിതരണക്കാരിയാണ് തിരുസഭ. തിരുസഭ എന്ന എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നെടുത്ത് നമുക്ക് തരാണ്, മക്കളായി നമുക്ക് തന്നിട്ട് കടം വീട്ടാനായിട്ട് നൽകപ്പെടാണ്. ഇതിനെയാണ് നമ്മൾ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പാപം മൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗികമായോ പൂർണ്ണമായി ഇളവ് ചെയ്യുന്നതിനെ ആശ്രയിച്ച് ദണ്ഡവിമോചനം ഭാഗികമോ പൂർണ്ണമോ ആകാം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 2 തരം ദണ്ഡവിമോചനമാണ് ഇന്ന് സഭയിലുള്ളത്. പണ്ട് കാലത്ത് വേറെ ഉണ്ടായിരുന്നു. ദിവസക്കണക്കും ആഴ്ചക്കണക്കും മാസക്കണക്ക് വർഷക്കണക്കൊക്കെ ഉണ്ടായിരുന്നു. 10 ദിവസത്തെ, 1000 ദിവസത്തെ, 20 വർഷത്തെ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഉള്ളത്
ഒന്ന് പൂർണ്ണദണ്ഡ വിമോചനം, രണ്ട് ഭാഗിക ദണ്ഡവിമോചനം. പൂർണ്ണദണ്ഡ വിമോചനം എന്ന് പറഞ്ഞാൽ പാപം മൂലമുള്ള ശിക്ഷ അല്ലെങ്കിൽ കടങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അത് പൂർണ്ണദണ്ഡ വിമോചനമാണ്. ഇനി ഭാഗികമായി കുറച്ചേ പരിഹരിക്കപ്പെടുന്നുള്ളൂ എങ്കിൽ അത് ഭാഗിക ദണ്ഡവിമോചനമാണ്. വിശ്വാസിക്ക് തനിക്ക് വേണ്ടി തന്നെയോ മരിച്ചവർക്ക് വേണ്ടിയോ ദണ്ഡവിമോചനങ്ങൾ നേടാവുന്നതാണ്. തനിക്ക് വേണ്ടി തന്നെയോ മരിച്ചവർക്ക് വേണ്ടിയോ ദണ്ഡവിമോചനങ്ങൾ നേടാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ദണ്ഡവിമോചന വ്യവസ്ഥകൾ പാലിച്ച് ദണ്ഡവിമോചന മാർഗ്ഗങ്ങൾ അവലംബിച്ച് തനിക്ക് വേണ്ടി തന്നെ ദണ്ഡവിമോചനം നേടിയെടുക്കാം, അല്ലെങ്കിൽ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദണ്ഡവിമോചനം നേടിക്കൊടുക്കാം. ഇത് രണ്ടും സാധ്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദണ്ഡവിമോചനത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ദണ്ഡവിമോചനം നേടാൻ എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ? ഒത്തിരി വഴികളുണ്ട്. ഭാഗിക ദണ്ഡവിമോചനത്തിനാണെങ്കിൽ ഇപ്പോൾ ജപമാല ചൊല്ലുന്നത്, കുരിശു വരയ്ക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം, വിശ്വാസ പ്രകരണം, ഇങ്ങനെ ഉള്ള പ്രാർത്ഥനകൾ, മിക്കവാറും പ്രാർത്ഥനകളിലൊക്കെ തന്നെ നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇനിയും ഈ പൂർണ്ണ ദണ്ഡവിമോചനമാണെങ്കിൽ അതിനും ഒത്തിരിയേറെ വഴികൾ, ഒത്തിരിയേറെ മാർഗ്ഗങ്ങളുണ്ട്. ഞാനതിൽ ഒറ്റ കാര്യം മാത്രം, നമുക്ക് എല്ലാ ദിവസവും നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന 4 മാർഗ്ഗങ്ങളും കൂടെ മാത്രം ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മൾ അരമണിക്കൂറെങ്കിലും സമയം തുടർച്ചയായിട്ട് ബൈബിൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ പൂർണ്ണദണ്ഡ വിമോചനം സ്വീകരിക്കാം. 2, അരമണിക്കൂറെങ്കിലും സമയം ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ചാൽ പൂർണ്ണദണ്ഡ വിമോചനം നമുക്ക് സ്വീകരിക്കാം. 3, ജപമാല പ്രാർത്ഥന സമൂഹത്തിൽ ചൊല്ലിയാൽ പൂർണ്ണദണ്ഡ വിമോചനം സ്വീകരിക്കാം. 4, കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടത്തുന്നതിലൂടെയും നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനം സ്വീകരിക്കാം. ഇത് 4 എല്ലാ ദിവസവും പൂർണ്ണദണ്ഡ വിമോചനം നേടാൻ നമ്മളെ സഹായിക്കുന്ന 4 മാർഗ്ഗങ്ങളാണ്. ഇതിൻ്റെ എല്ലാറ്റിനും മുന്നോടിയായി നമ്മൾ ചെയ്യേണ്ട വ്യവസ്ഥകളുണ്ട്. ഒന്നാമത്തെ വ്യവസ്ഥ കുമ്പസാരിച്ച് പാപമോചനം സ്വീകരിക്കണം. രണ്ടാമത്തെ വ്യവസ്ഥ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കണം. മൂന്നാമത്തെ വ്യവസ്ഥ പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയം ഒരു തൃത്വസ്തുതി ചൊല്ലണം. നാലാമത്തെ വ്യവസ്ഥ ദണ്ഡവിമോചനം നേടുക എന്ന ലക്ഷ്യം, ഉദ്ദേശം അല്ലെങ്കിൽ നിയോഗം ഉണ്ടായിരിക്കണം. ഈ 4 വ്യവസ്ഥകൾ പാലിച്ചതിന് ശേഷം ദണ്ഡവിമോചനം കിട്ടാനുള്ള ഏത് മാർഗ്ഗം അവലംബിച്ചാലും നമുക്ക് ദണ്ഡവിമോചനം പ്രാപിക്കാവുന്നതാണ്. അപ്പോൾ കഴിയുന്നത്ര ദണ്ഡവിമോചനങ്ങൾ നേടാനും കഴിയുന്നത്ര ദണ്ഡവിമോചനങ്ങൾ ശുദ്ധീകരണാത്മാക്കൾക്ക് നേടിക്കൊടുക്കാനും നമുക്ക് ശ്രമിക്കാം. ഈ തുടർന്ന് വരുന്ന ആരാധനയിൽ തീക്ഷ്ണമായിട്ട് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളോടുമൊപ്പം ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥനകൾക്ക് മറുപടിയായി കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ യേശു നേടിയ വിജയത്തെക്കുറിച്ച് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മരണം ജീവിതാന്ത്യമല്ലെന്നും രൂപാന്തരീകരണം മാത്രമാണെന്നും ഞങ്ങളെ പഠിപ്പിച്ചതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് അരുളി ചെയ്ത് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഉത്ഥാനവും ജീവിതവും ഞാനാകുന്നുവെന്ന് അരുളി ചെയ്ത് നിത്യജീവന്റെ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തന്നതിന്
കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങൾ ദുഃഖിക്കാതിരിക്കുവാൻ മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്തതിന് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ച് മർത്തായ്ക്കും മറിയത്തിനും ഉത്ഥാനത്തിലുള്ള പ്രത്യാശ നൽകിയതിനെ പ്രതി കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മരണമടഞ്ഞ അങ്ങയുടെ ദാസരെ ജീവിതകാലത്ത് ചെയ്തു പോയ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായി കഴിയുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ആശ്വസിപ്പിക്കുന്നതിനെ പ്രതി കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മളെ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ പരിണതഫലമായ നിത്യനാശത്തിൽ നിന്നും നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി കുരിശിൽ ബലിയായി മാറിയ കർത്താവിനെ നമുക്ക് വാഴ്ത്താം, കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഈശോ കടന്നുപോയ പീഡാസഹനങ്ങളെ, പീഡാനുഭവങ്ങളെ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ഗത്സമേനിൽ നമുക്ക് വേണ്ടി രക്തം വിയർത്ത കർത്താവ്, നമ്മുടെ പാപപരിഹാരാർത്ഥം ഈശോ ഏറ്റെടുത്ത സഹനങ്ങളെ, ഈശോ ഏറ്റെടുത്ത കഷ്ടപ്പാടുകളെ, ഈശോ കടന്നുപോയ നൊമ്പരങ്ങളെ ധ്യാനിച്ച് നമ്മളെയും നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും പോരായ്മകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന മുഴുവൻ ആത്മാക്കളെയും ഈശോയുടെ ബലിയിലേക്ക് ചേർത്ത് വെച്ച് രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കർത്താവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ബലിയായി മാറിയ കർത്താവേ, ബലിക്കുഞ്ഞാടായി തീർന്ന ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. സ്വന്തം ജീവനും ജീവിതവും ഞങ്ങൾക്കായി ബലിയാക്കി മാറ്റിയ ഈശോയെ, സ്വന്തം ജീവനും ജീവിതവും ഞങ്ങൾക്കായി അർപ്പിച്ച ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു, കർത്താവെ മഹത്വപ്പെടുത്തുന്നു, കർത്താവെ ആരാധന 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 ആരാധന. ഞങ്ങൾക്ക് വേണ്ടി ആണികളേറ്റ, ഞങ്ങൾക്ക് വേണ്ടി അടികളേറ്റ, ഞങ്ങൾക്ക് വേണ്ടി കുരിശു ചുമന്ന്, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ച ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. കരുണയായിരിക്കണമേ 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 യേശുവേ. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. ചേർന്ന് പാടാം. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. എന്നെ വീണ്ടെടുത്തവനെ തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. സ്വന്തമാക്കിയവനെ, പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ സാത്താനെ ശാസിക്കുന്നു. യേശുനാമത്തിൽ എന്നേക്കും വിട്ടുപോകാം. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ സാത്താനെ ശാസിക്കുന്നു. യേശുവചനത്താൽ എന്നേക്കും വിട്ടുപോകാം. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഈശോയെ ആരാധന, ഏകരക്ഷകനെ ആരാധന, ലോകരക്ഷകനെ ആരാധന, പാപത്തിൽ നിന്ന് ലോകത്തെ വീണ്ടെടുത്തവനെ ആരാധന, സകല പാപകടങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുന്നവനെ ആരാധന 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 ആരാധന. ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കളുടെ മേൽ നിന്റെ കൃപ വർഷിക്കണമേ, നിന്റെ അനുഗ്രഹം വർഷിക്കണമേ. രക്തം ചിന്താതെ പാപമോചനമില്ല. പാപത്തിന് അടിമകളായി വിൽക്കപ്പെട്ട് നമ്മെ ഓരോരുത്തരെ വീണ്ടെടുക്കാൻ ദൈവമായ കർത്താവ് നൽകിയത് നശ്വരമായ ലോകത്തിന്റെ സ്വർണമോ വെള്ളിയോ അല്ല, പിന്നെയോ കറയും കുറവുമില്ലാത്ത കുഞ്ഞാടിൻ്റെതിന് സമാനമായ പരമപരിശുദ്ധനായ ക്രിസ്തുവിന്റെ അമൂല്യമായ തിരുരക്തം മറുവിലയായി മോചന ദ്രവ്യമായി നൽകപ്പെട്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ജീവിതമാണ് നമ്മുടേത്. നമ്മുടെ ജീവന്റെ വില ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ്. ആ തിരുരക്തം ഒഴുകട്ടെ, തിരുരക്തം ഒഴുകട്ടെ, തിരുരക്തം ഒഴുകട്ടെ. യേശുവേ 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 യേശുവേ. യേശു തന്റെ അടിപ്പിണരാ
എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു. എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തവനെ അവനേറ്റ പീഡകളാ സൗഖ്യത്തിൻ ശക്തി പകർന്നു. സൗഖ്യത്തിന്റെ ശക്തി നൽകിയവനെ യേശു തന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു. എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തവനെ അവനേറ്റ പീഡകളാ സൗഖ്യത്തിൻ ശക്തി പകർന്നു. എന്നെ സുഖപ്പെടുത്തിയവനെ രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ രോഗത്തെ ശാസിക്കുന്നു. യേശുനാമത്തിൽ എന്നേക്കും വിട്ടുപോകട്ടെ. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. യേശു വചനത്താൽ എന്നേക്കും വിട്ടുപോകട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് പകരമായി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. യേശുവിന്റെ തിരുമുറിവുകൾ എൻ്റെ രോഗപീഠകളിൽ സൗഖ്യമായി മാറുന്നു. യേശുവിന്റെ തിരുമുറിവുകൾ എൻ്റെ രോഗപീഠകളിൽ സൗഖ്യമായി മാറുന്നു. മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സൗഖ്യമാക്കിയത്. അവിടുന്ന് വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി. ഓ സൗഖ്യദായകനായ ഈശോയെ, സുഖപ്പെടുത്തുന്നവനായ ഈശോയെ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്ന ഈശോയെ, സ്വയം പരിചയപ്പെടുത്തുന്ന കർത്താവെ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും നീ സുഖപ്പെടുത്തണമേ. ശാരീരിക രോഗപീഠകളിൽ നിന്ന്, മാനസികമായ എല്ലാ മുറിവുകളിൽ നിന്ന്, ആത്മാവിന്റെ പാപക്കറകളിൽ നിന്ന് പരിപൂർണമായ വിടുതലും വിമോചനവും സ്വാതന്ത്ര്യവും രക്ഷയും സൗഖ്യവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. യേശുവേ, 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 യേശുവേ. യേശു തന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. എന്റെ ഭാരം ഏറ്റെടുത്തവനെ യേശു തന്റെ മരണത്തിനാൽ പാപത്തിൻ മുഖം തകർത്തു. യേശു തന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. ഭാരങ്ങൾ ഏറ്റെടുത്തവനെ യേശു തന്റെ മരണത്തിനാൽ പാപത്തിൻ മുഖം തകർത്തവനെ. പാപത്തിൽ എന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. പാപത്തിൽ എന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ തകർച്ചയെ ശാസിക്കുന്നു. യേശുനാമത്തിൽ എന്നേക്കും വിട്ടുപോകാം. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ തകർച്ചയെ ശാസിക്കുന്നു. ഈശോയുടെ നാമത്താൽ എന്നേക്കും വിട്ടുപോകാം. വചനശക്തിയാൽ യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. തിരുമുറിവുകളാൽ എന്നേക്കും വിട്ടുപോകാം. പരിശുദ്ധ കുർബാനയാൽ യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. പൗരോഹിത്യ അധികാരത്താൽ എന്നേക്കും വിട്ടുപോകാം. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അടിക്കപ്പെട്ടിരിക്കും. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ എന്റെ പള്ളി ഞാൻ പണിയും, നിനക്ക് കവാടങ്ങൾ ദിനദിനം പ്രബലപ്പെടുകയില്ല. ഈ വചനങ്ങളുടെ ശക്തിയാൽ സകല ജന്മങ്ങൾ നിർവീര്യമാകട്ടെ, വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരി. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ
ദിവ്യവരങ്ങൾ. ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.